ൂടെയുള്ള പ്രാർത്ഥനയല്ല, അത് ആരാധനയുടെ പരിധിയിൽ പെടുന്നതല്ല എന്ന് പുസ്തകം പ്രസിദ്ധീകരിച്ച് വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് യുവതയാണ്. പ്രാർത്ഥന തൗഹീദ് എന്ന പുസ്തകം നിങ്ങൾ യുവതയിൽ നിന്ന് വാങ്ങുക. അതിന്റെ 103-ാമത്തെ പേജ് എടുക്കുക. ഒരാൾ ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ പോലും അത് അഭൗതികമായ പ്രാർത്ഥനയുടെ ഗണത്തിൽപ്പെടുകയില്ല. ഇന്നും ജിന്നിനോട് സഹായം തേടാമെന്ന വാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യുവതയാണ്. എന്റെ പ്രസംഗത്തിൽ എവിടെയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മുജാഹിദ് വേദികൾ നിങ്ങൾ എവിടെയും അങ്ങനെ കേട്ടിട്ടില്ല. എന്നിട്ട് നിങ്ങൾ നോക്കൂ, യുവത പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ, ഇപ്പോഴും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകത്തിൽ പ്രാർത്ഥന തൗഹീദ് എന്ന വിഷയം വിശദീകരിച്ചുള്ള ചോദ്യോത്തരങ്ങളിൽ 103-ാമത്തെ പേജിൽ കാണാം, ഇബാദല്ലാഹ് അഗീസൂനി എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ജിന്നുകളോടും മലക്കുകളോടും ഒരാൾ സഹായം ചോദിച്ചാൽ തന്നെ അത് അഭൗതികമായ മാർഗത്തിലുള്ള സഹായം തേടലാണെന്നും അത് ഇബാദത്തിന്റെ പരിധിയിൽ പെട്ടതല്ലെന്നും വളരെ വ്യക്തമാക്കിക്കൊണ്ട് യുവത പുറത്തിറക്കി. എന്തിനാ യുവത പ്രചരിപ്പിക്കുന്നത്? ചാർജ് നമുക്കാണ്. അത് പറയാത്ത നമുക്കാണ് അതിനെതിരെ ആരോപണം. മാത്രവുമല്ല, ഗൾഫ് സലഫിസം എന്ന പുസ്തകത്തിലൂടെ അതേ വാചകങ്ങൾ, ഞാൻ ഏത് ഗ്രന്ഥമാണോ അവലംബിച്ചത് ആ ഗ്രന്ഥം വിവർത്തനം ചെയ്ത് ഈ പുസ്തകത്തിൽ ഇതാ ജിന്നുകൾ എന്നൊരു അധ്യായം തന്നെയുണ്ട്. അതിൽ ഞാൻ വായിക്കുന്ന ഹെഡിങ്ങുകൾ മാത്രം: ജിന്നുബാധയും ഈജിപ്തിലെ നവോത്ഥാന പ്രസ്ഥാനവും, ഗൾഫ് സലഫികളും ജിന്നുബാധയും, ഇന്ത്യൻ ജിന്ന് ഇസ്ലാമിലേക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷയം. ഇതിൽ ജിന്നുബാധയും ചികിത്സയും, ജിന്നും മനുഷ്യനും തമ്മിൽ ലൈംഗിക ബന്ധം, നല്ല ജിന്നുകളോട് സഹായം തേടാമോ തുടങ്ങിയ ഷെയ്ഖ് സാലിഹ് ഉസൈമീനിന്റെ ഫത്വകൾ ഇതിൽ ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്നു. ഷെയ്ഖ് ഉസൈമീനെ സംബന്ധിച്ച്, ഗൾഫ് ലോകത്തെ സലഫി പണ്ഡിതന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമോ? സാക്ഷാൽ ഹുസൈൻ മടവൂരും അതേപോലെ തന്നെ മറുപക്ഷത്തുള്ള പണ്ഡിതന്മാർ നൽകിയ ഫത്വകൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഷെയ്ഖ് ഇബ്നു ബാസ് നൂറ്റാണ്ടിനെ അതിജയിച്ച സലഫി പണ്ഡിതൻ ശബാബാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തെ കുറിച്ച് നിറഞ്ഞ വിജ്ഞാന നിഷ്കളങ്കത, സേവന ഔത്സുക്യം എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ യോഗ്യതകൾ ഓരോന്നും പറയുന്ന കൂട്ടത്തിൽ, എന്നാൽ ഇബ്നു ബാസിന്റെ രചനകളെല്ലാം തന്നെ തൗഹീദിന്റെ അസ്ഥിവാരത്തെ പ്രബലപ്പെടുത്തുന്നതാണ്. തൗഹീദിന്റെ അസ്ഥിവാരത്തെ പ്രബലപ്പെടുത്തുന്നതാണ്. ഖുർആനിന്റെയും സ്വീകാര്യമായ ഹദീസുകളുടെയും വൃത്തത്തിൽ ഒതുങ്ങി നിന്നു മാത്രമേ അദ്ദേഹം വിധികൾ പ്രസ്താവിച്ചിട്ടുള്ളൂ. എന്നാൽ ഇബ്നു ബാസിന്റെയും ഷെയ്ഖ് ഉസൈമീന്റെയും ജിന്ന് വിഷയത്തിലുള്ള ഫത്വകൾ ഇതിൽ എടുത്തു കൊടുത്തിരിക്കുന്നു. ഇവര് പറഞ്ഞു, അവരുടെ ഫത്വകൾ അന്ധമായി കണ്ണുമടച്ച് വിശ്വസിക്കുകയല്ല മുജാഹിദ് പ്രസ്ഥാനം ചെയ്യാറുള്ളത്. ചില മസാലകളിൽ അവരോട് നമ്മൾ വിയോജിക്കാറുണ്ട്. അവർ വ്യക്തമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കേണ്ട ബാധ്യത മാത്രമേ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളൂ. ആ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഉസൈമീന്റെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് ജിന്ന് അത് ഒരു സത്യവിശ്വാസികൾക്ക് നല്ല ജിന്നുകളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പറയുന്ന വിഷയം ഞാൻ എടുത്തുദ്ധരിച്ചത് വ്യക്തമായ പ്രമാണങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കാത്തത് കൊണ്ട് ഞാനത് പിൻവലിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പല പ്രഭാഷണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും ആ കാര്യം കൃത്യമായി അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, അത് ശിർക്കിന്റെ വാദമാണ് എന്നാണ് ഇവരിപ്പോ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അവരിൽ നിന്ന് ശിർക്കിന്റെ അല്ല, അവരുടെ ഫത്വകളെല്ലാം തന്നെ തൗഹീദിന്റെ അസ്ഥിവാരത്തെ പ്രബലപ്പെടുത്തുന്നതാണ്. വീണ്ടും കാണാം ഹുസൈൻ മടവൂരിന്റെ ഫത്വ. അദ്ദേഹം അവരെ കുറിച്ച് പറയുന്നു, ആധുനിക കാലഘട്ടത്തിലെ മഹാപണ്ഡിതന്മാരായിരുന്ന ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ ബാസ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് ബിൻ അൽ ഉസൈമീൻ, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി തുടങ്ങി സലഫി പണ്ഡിതന്മാരെ നാം അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. ഇനിയുള്ള വാചകം ശ്രദ്ധിക്കണം, ഇത് ഹുസൈൻ മടവൂരിന്റെതാണ്. ശബാബ് 2005 ഫെബ്രുവരി 25, വളരെ അടുത്ത കാലത്ത്. എന്നിട്ട് പറയുന്ന വാചകം എന്താ? അവരുടെ ഫത്വകളും വിവരണങ്ങളും പുതിയ തലമുറയ്ക്ക് വെളിച്ചം നൽകുന്നതാണെന്ന് നാം കാണുന്നു. മടവൂർ പറയുമ്പോൾ ഹുസൈമീന്റെ ഫത്വ വെളിച്ചം, നമ്മൾ ആരെങ്കിലും അറിയാതെ ധരിച്ചാലോ ഷിർക്ക്, കുഫർ, അല്ലെ? ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ അത് വ്യക്തമായി എല്ലാവർക്കും ഒരു കരീനുണ്ട്. മലക്കിൽ നിന്നുള്ള കരീൻ, അതേപോലെ തന്നെ ജിന്നിൽ നിന്നുള്ള കരീൻ. ഇതിൽ നമ്മെ സംരക്ഷിക്കുന്നതും സഹായിയായി വർത്തിക്കുന്നതും മലക്കിൽ നിന്നുള്ള കരീനാണ്. ആ സഹായം മലക്കിനോട് ചോദിക്കാൻ പാടില്ല, റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. അള്ളാഹു അങ്ങനെ ഒരു ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അറിയിച്ചത് നമ്മുടെ ഭദ്രതയ്ക്ക് വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും ആണ്, അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് ചീത്ത കരീനുണ്ട്, ചീത്തയിലേക്ക് പ്രേരിപ്പിക്കുകയും ചീത്തയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന കരീനുകളും ഉണ്ട്. ഞാനിവിടെ സത്യവിശ്വാസികൾക്ക് ഈ കരീൻ വല്ല കാരണവശാലും ഇസ്ലാം സ്വീകരിക്കുന്ന സന്ദർഭമുണ്ടായാൽ അവർക്ക് അത് പ്രയോജനപ്പെടും, അവർക്ക് സപ്പോർട്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ കൂടെയുള്ള ജിന്നുകളിൽ നിന്നുള്ള ശൈത്വാനിൽ നിന്നുള്ള കരീൻ മുസ്ലിമാവുക, എന്നിട്ട് സഹായിയായി വർത്തിക്കുക, കീഴ്പ്പെടുത്തപ്പെടുക എന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം പ്രത്യേകമായതാണ് എന്നതാണ് ആ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായ വിവരം. അതുകൊണ്ട് കരീൻ നല്ല വഴിയിലേക്ക് ബോധ്യപ്പെടുത്തതും അതേപോലെ കരീൻ കീഴ്പ്പെടുത്തപ്പെട്ടതും പ്രവാചകന് മാത്രമാണ്.
എല്ലാ സത്യവിശ്വാസികൾക്കും ഖരീൻ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നു ഞാൻ പറഞ്ഞ കാര്യമാണ്. ആ വിഷയത്തിൽ എനിക്ക് സംഭവിച്ച അബദ്ധം കാര്യമായി അവരെല്ലായിടത്തും കൊണ്ടു നടക്കുന്നതായതുകൊണ്ടാണ് ഒരൽപ്പം വിശദീകരിച്ചുകൊണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞത്. ഇനിയും ചീത്ത ജിന്നുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമോ? അവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നത് ശരിയാണ്. പക്ഷേ അവർ ജ്യോത്സ്യന്മാരെ സഹായിക്കാറില്ലേ? എന്റെ വാചകമല്ല. അബ്ദുസ്സലാം സുലൈമി തന്നെ വിവർത്തനം ചെയ്ത റിയാദ് സാലിഹിന്റെ പരിഭാഷ നിങ്ങൾ നോക്കുക, ബുഖാരിയുടെ പരിഭാഷ നിങ്ങൾ നോക്കുക. ജ്യോത്സ്യന്മാർ പറയുന്ന ചില വാക്കുകൾ സത്യമാകാനുള്ള കാരണം ആ ശൈത്വാന്മാർ അവർക്ക് ഇട്ടുകൊടുക്കുന്നതാണ് എന്ന് അദ്ദേഹം തന്നെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിവർത്തനം ചെയ്ത ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ മുഹമ്മദ് അമാനി മൗലവി ആ കാര്യം എടുത്തു പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. ഞാനിവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളും സ്ഖലിതങ്ങളും ഒക്കെ എടുത്ത് ഇത് ശിർക്കാണ്, CP ഉമർ സലമി പറയുന്നത് അതാണ് അടിസ്ഥാനപരമായ മക്കാ മുശ്രിക്കുകളുടെ ശിർക്കിലേക്ക് അവർ കൊണ്ടുപോകുന്നത് എന്ന. ഇതെന്തിനാ പറയണത്? യഥാർത്ഥത്തിൽ ശിർക്കിനെ ലാഘവത്തോടു കൂടി കാണുകയും ശിർക്കൻ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും ശിർക്കൻ ആരാധനകളിൽ പങ്കെടുത്തുകൊണ്ട് ശിർക്കൻ ഉത്സവങ്ങളിൽ മുട്ടറുക്കലിൽ തേങ്ങയുടക്കുകയും അതേപോലെ തന്നെ ഇസ്ലാം അങ്ങേയറ്റം വെറുക്കുന്ന ദീപാരാധനയോടുപോലും സഹകരിച്ചുകൊണ്ട് സാമാന്യരായ സാധാരണ വ്യക്തികളും നേതാക്കളും സ്വീകരിച്ച മര്യാദ പോലും സ്വീകരിക്കാതെ മടവൂർ വിഭാഗത്തിലെ ചില പണ്ഡിതന്മാരായ ആളുകൾ എന്താണ് ദീപാരാധനയ്ക്ക് വരെ കൂട്ടുനിൽക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവണതകളുമാണ് ഇപ്പോൾ മറുപക്ഷത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ആദർശ വ്യതിയാനം എന്ന് പറയുന്നത്. തൗഹീദിൽ നിസ്സാരമായി കണക്കാക്കി അതേപോലെ തന്നെ ശിർക്കിനെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയത്തെ അവർ അവഗണിച്ചു. എന്നിട്ടോ ആൾ ദൈവങ്ങളെ പ്രശംസിക്കുന്ന ലേഖനങ്ങൾ, അതേപോലെ തന്നെ ആൾ ദൈവങ്ങളെ പരിചയപ്പെടുന്ന ലേഖനങ്ങൾ, ബഹുദൈവാരാധനയുടെ പരസ്യങ്ങൾ, അശ്ലീല സിനിമാ പരസ്യങ്ങൾക്ക് പുറമെയാണിത്, ബാങ്കുകളുടെ പരസ്യങ്ങൾക്ക് പുറമെയാണിത്. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന ദൃശ്യത്തിൽ കാണുന്നത് പോലെ ദീപാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള മടവൂർ വിഭാഗത്തിലെ പണ്ഡിതന്മാരുടെ ഏർപ്പാടുകൾ, അതേപോലെ തന്നെ എഴുത്തിനിരുത്തുത്സവങ്ങളിലേക്ക് പങ്കെടുക്കുന്ന രീതിയിൽ അങ്ങനെ ശിർക്കൻ ഉത്സവങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളിൽ സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ പൊതുസമൂഹത്തിൽ കയ്യടി കിട്ടാൻ വേണ്ടി ശരിയായ സ്വന്തം ആദർശം മുറുകെ പിടിക്കേണ്ടതിനു പകരം മുഖ്യധാരയിലേക്ക് ഇറങ്ങുകയും അധർമ്മങ്ങളും ഇസ്ലാം നിഷിദ്ധമാക്കിയ പ്രവർത്തനങ്ങളും അശ്ലീലങ്ങളും ആസ്വാദങ്ങളും സിനിമാ നടന്മാർക്കും നടിമാർക്കുമൊക്കെ അവാർഡ് കൊടുക്കുന്ന ഏർപ്പാടുകളുമൊക്കെ തുടങ്ങിയിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇന്നോളം പരിചയമില്ലാത്ത നിലവാര തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ നിസ്സാരമായി കാണുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് വ്യാപകമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഇവരിത്തരം വ്യാജ ആരോപണങ്ങളുമായി കടന്നു വരുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ മുഹമ്മദ് അമാനി മൗലവി കൃത്യമായി ആ വിഷയത്തെക്കുറിച്ച് മറഞ്ഞ കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന വിശ്വാസത്തോട് പിശാച് മുഖേന അവന്റെ സേവകർക്ക് ലഭിക്കുന്ന അറിവിനെ കുറിച്ചുള്ള ഈ ധാരണ എതിരാകുന്നില്ല. നേരത്തെ യുവതയിൽ നിന്ന് പ്രാർത്ഥനാ തൗഹീദ് എന്ന പുസ്തകത്തിന്റെ 103-ാമത്തെ പേജിൽ നിന്ന് ഞാൻ കേൾപ്പിച്ചതുപോലെയുള്ള വചനങ്ങൾ ഇത് തൗഹീദിന് എതിരാകുന്നില്ല എന്ന് ഇസ്ലാമിക ജീവിതത്തിൽ